റിയാസ് ഫാമിലി ബ്യൂട്ടി വേൾഡ്. അപ്പോൾ കഴിഞ്ഞ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് വിന്റർ സീസണിൽ നമ്മളെ സ്കിന്നിനെയും ഹെയറിനെയും ബാധിക്കുന്ന കുറച്ച് പ്രോബ്ലംസ് ആണെങ്കിലും അത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള കുറച്ച് ഹോം റെമഡീസ് ആണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് പ്രിക്കോഷൻസിനെ കുറിച്ചിട്ടൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാൻഡ്രഫിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അധികം ആളുകൾക്ക് ഇപ്പോൾ നമുക്ക് അറിയാം വിന്റർ സീസൺ അല്ലെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഡാൻഡ്രഫ് വന്നു കഴിഞ്ഞാൽ പോവാത്ത ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ സലൂണിൽ വരികയാണെങ്കിലും നമ്മൾ ഹോട്ടോയിലാണെങ്കിലും ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് ആണെങ്കിലും ഹെയർ സ്പാസ് ഒക്കെ നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. പക്ഷേ അത് എത്രത്തോളം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് എടുക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഇത് ചിന്തിച്ചാൽ മനസ്സിലാവും അല്ലെ. എത്ര പേര് നിങ്ങൾ സലൂണിൽ പറയുന്നത് പോലെ കറക്റ്റ് ആ ഒരു ടൈമിൽ തന്നെ പോയിട്ട് നിങ്ങൾ അത് എടുക്കാറുണ്ട്, ആ ഒരു ട്രീറ്റ്മെന്റ് പോലെ നിങ്ങൾ എത്ര പേര് ഫോളോ ചെയ്യാറുണ്ട്? അധികം ആളുകളും അത് ചെയ്യാറില്ല. കാരണം നിങ്ങൾ 1 മന്ത് ചെയ്യായിരിക്കും, പിറ്റേന്ന് അതേ കറക്റ്റ് ടൈമിൽ നിങ്ങൾ സെക്കൻഡ് മന്ത് നിങ്ങൾ വന്ന് എടുക്കാറുണ്ടോ? അതെല്ലാം നമ്മളിപ്പോൾ പറയാറുണ്ട്. ഇപ്പോൾ ഡാൻഡ്രഫ് ഒക്കെ ഉള്ള ആളുകൾക്കാണെങ്കിലും വൺസ് ടൈം നിങ്ങൾ മന്തിൽ വൺസ് നിങ്ങളൊരു സ്പാ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നിൽ 1 വീക്ക് അതല്ലെങ്കിൽ 2 വീക്സ് കൂടുമ്പോൾ നിങ്ങൾ ഹോട്ട് ഓയിൽ ചെയ്ത് കൊടുക്കണം നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതേപോലെ ആന്റി ഡാൻഡ്രഫ് ഷാംപൂസ് നിങ്ങളോട് യൂസ് ചെയ്യാൻ പറയാറുണ്ട്. എത്ര പേര് ഇത് കറക്റ്റ് ഫോളോ ചെയ്യുന്നുണ്ട്? ഒരിക്കലും നമുക്ക് അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റാറില്ല. അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളുടെ തിരക്കുകൾ കാരണം നിങ്ങൾ ഒരിക്കലും സ്കിന്നിനെയോ ഹെയറിനെയോ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കാറില്ല. നമ്മൾ എപ്പോഴും ഒരു വെഡിങ് ഫംഗ്ഷനോ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാംസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മേ ബി ഡ്രസ്സുകളൊക്കെ സെലക്ട് ചെയ്യായിരിക്കും, അടിപൊളി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് സ്കിന്നിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, സ്കിന്നൊക്കെ നമ്മൾ മേക്കപ്പ് ചെയ്ത് അങ്ങോട്ട് കവർ ചെയ്യും. നമുക്ക് സ്കിന്നിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിന് നമ്മൾ എന്ത് ചെയ്യും, ഒരു മേക്കപ്പ് അങ്ങോട്ട് കൊടുത്തിട്ട് അതിൽ അങ്ങോട്ട് സോൾവ് ചെയ്യും. അതേപോലെ ഹെയർ നിങ്ങൾ സലൂണിലൊക്കെ പോയിട്ടാണെങ്കിലും അല്ലെങ്കിൽ സെൽഫ് ആയിട്ടെങ്കിലും സ്റ്റൈലൊക്കെ ചെയ്ത് അതിനെ അങ്ങോട്ട് റെഡിയാക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഒരുപാട് എക്സ്റ്റൻഷൻസ് ആണെങ്കിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. വോളിയം തോന്നിക്കാനാണെങ്കിലും ഒക്കെ നമുക്ക് എന്ത് എക്സ്റ്റൻഷൻസ് ക്ലിപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. മുടി കൊഴിച്ചുള്ള ആളുകൾ എന്ത് ചെയ്യും, മുടി കൂടുതൽ വോളിയം തോന്നിക്കാനുള്ള ട്രീറ്റ്മെന്റുകൾ എടുക്കുന്നവരുണ്ട്. പക്ഷേ എത്രത്തോളം ആളുകൾ ഇതിനെ എന്താ പറയുക ട്രീറ്റ് ചെയ്ത് സോൾവ് ചെയ്ത് എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ എൻ്റെ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോകാൻ ഒരു ഡ്രസ്സ് കണ്ടാൽ നമ്മൾ അത് വാങ്ങിക്കുമല്ലേ. അതേപോലെ നമ്മൾ സ്കിന്നിനെ കെയർ ചെയ്യാറുണ്ടോ? നമ്മൾ പുറമെ മാത്രമാണ് നമ്മൾ എല്ലാം പെർഫെക്റ്റ് ആക്കി കൊണ്ടു നടക്കുന്നത്. പക്ഷേ നമ്മളെ സ്കിന്നിലേക്ക് നമ്മൾ ഇൻടേക്കായി ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടാവും. നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളുണ്ടായിരിക്കാം. അതേപോലെ നമ്മൾ അതിനെ പുറമെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും, കെയർ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇനി ഹെയറിലാണെങ്കിലും അതേപോലെ തന്നെയാണ്. നമുക്ക് ഹെയറിനെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് 100% അതിനെ സോൾവ് ചെയ്തെടുക്കണം. നമ്മൾ സ്വയം ഒരു ഇനിഷ്യേറ്റീവ് അതിൽ എടുക്കണം. നമ്മൾ സ്വയം എഫേർട്ട് എടുത്താൽ മാത്രമേ അതിനൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. 1 or 2 തവണ സ്പാ ചെയ്തിട്ട് എനിക്കതിൽ റിസൾട്ട് ഇല്ല, അല്ല ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കി എനിക്കൊരു വ്യത്യാസം വരുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ട്രീറ്റ്മെന്റ് കറക്റ്റ് എടുത്തിട്ടും ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, അത് നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് അങ്ങനെ ഉണ്ടോ? അതായത് നിങ്ങളുടെ പാരൻസിനൊക്കെ ഈ ഡാൻഡ്രഫ് ഇഷ്യൂസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് അങ്ങനെയും വരാവുന്നതാണ്. നമുക്ക് പാരമ്പര്യമായിട്ട് നമ്മുടെ പാരൻസിന് ആർക്കെങ്കിലും ഇങ്ങനെ ഡാൻഡ്രഫ് ഇഷ്യൂസ് ഉണ്ടോ നോക്കുക. അതിലെ ഹെൽത്ത് കണ്ടീഷൻസ് നമുക്കിപ്പോൾ തൈറോയിഡ് അങ്ങനത്തെ ചില അസുഖങ്ങൾക്കും നമുക്ക് ഹോർമോണൽ ഇഷ്യൂസിനൊക്കെ തൈറോയിഡ് ഉള്ള ആളുകൾക്കൊക്കെ വരുന്ന ഒരു പ്രോബ്ലമാണ് ഈ ഡാൻഡ്രഫ് ഇഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ മെഡിക്കൽ സൈഡ്, അതായത് നിങ്ങളൊരു ഡോക്ടറെ സ്കിന്നിൻ്റെയോ അല്ലെങ്കിൽ ഹെയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കറക്റ്റ് രീതിയിൽ ഫോളോ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ ഉള്ളൂ അതിനൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കറക്റ്റ് രീതിയിൽ തന്നെ ഇപ്പോൾ നിങ്ങൾ സലൂണിലാണെങ്കിലും ശരി, ഒരു ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുകയാണെങ്കിലും ശരി, അതിൻ്റെ ട്രീറ്റ്മെന്റ് മെത്തേഡ് കറക്റ്റ് രീതിയിൽ തന്നെ ഫോളോ ചെയ്ത് പോകാൻ ശ്രദ്ധിക്കാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറേയൊക്കെ ഞാൻ ഇങ്ങനെ സംസാരിച്ച് കുറച്ച് വൈഡായി പോയിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് എന്താ പറയുക മെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഷാമ്പൂസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരുന്നത്. അത് നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഡെയിലി യൂസ് ചെയ്യണമെന്നില്ല. വൺസ് നിങ്ങളൊരു ഷാമ്പൂ യൂസ് ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് ഡേ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, തേർഡ് ഡേ നിങ്ങൾ വേറൊരു ഷാമ്പൂ ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ ഞാനൊരു 3-4 പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കൂ. യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു 80% ഡാൻഡ്രഫ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ കറക്റ്റ് ആ ഒരു രീതിയിൽ തന്നെ അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതേ മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ സലൂണിലൊക്കെ വന്ന് നിങ്ങൾ സ്പാ എടുക്കുന്നുണ്ടെങ്കിലും ഇനി ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്ത് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ വീട്ടിൽ നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഷാമ്പു യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി റിസൾട്ട് തരുന്നതായിരിക്കും. അപ്പം നമുക്ക് വീഡിയോസിലേക്ക് പോവാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ ഇതേപോലെ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ ഞാൻ വേറൊരു കാര്യം പറയുന്നത് വെച്ചാൽ ഫസ്റ്റ് ടൈം നമ്മൾ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടുന്ന ബെല്ലൈക്കനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോസ് ഒക്കെ വരുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും കൂടുതൽ പ്രൊഡക്ട്സിലേക്ക് ഏതൊക്കെ പ്രൊഡക്റ്റ് ആണ് ഏതൊക്കെ ഷാമ്പൂസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് കറക്റ്റ് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് പോയാലോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാർട്ടിൽ കാണുന്ന പോലെ ആയിരിക്കണം ഷാമ്പൂസ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന പ്രൊഡക്റ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഈ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഷാമ്പൂ ആണ് നിങ്ങൾ വാങ്ങിക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പുകളിൽ അവൈലബിൾ ആയിട്ടുള്ളതായിരിക്കാം.
അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഏത് പ്രൊഡക്റ്റ് ഷാമ്പു വേണമെങ്കിലും യൂസ് ചെയ്യേണ്ടതാണ്. ദെൻ സെക്കൻഡ് ഡേ മീൻസ് നിങ്ങൾ ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മൾ എടുക്കേണ്ടത് ഈ ഒരു ഇതിലേതെങ്കിലും ഒരു ഷാമ്പു, അതായത് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് അല്ലെങ്കിൽ ബയോളജിൻ്റെ ഷാമ്പു യൂസ് ചെയ്യാം. ദെൻ നിങ്ങൾക്ക് ഫ്രൈഡേ നമുക്ക് ഈ ഒരു ഷാമ്പു ആണ് നിങ്ങൾ വാങ്ങേണ്ടത്. ഇതിലേത് ഷാമ്പു വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ആൾട്ടർനേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ആൻഡ് സൺഡേ എന്ന് പറയുന്നത് ഓയിലാണ് നമ്മൾ ഹെയറിലേക്ക് കൊടുക്കുന്നത്. അത് ടീ ട്രീ ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ കൊടുക്കാം. അപ്പോൾ പ്രൊഡക്റ്റ് ഒക്കെ പരിചയപ്പെട്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ എന്ത് ചെയ്യുക, ഇതൊക്കെ വാങ്ങിക്കുക. എന്നിട്ട് ആ പറഞ്ഞ അതേ രീതിയിൽ തന്നെ യൂസ് ചെയ്ത് നോക്കുക. യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് യാതൊരുവിധ റിസൾട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്യുക. എന്നിട്ട് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുത്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോസ് ആയിട്ട് വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക്.